ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഡുനാമിസ് പവർ ഈ ധ്യാന ശുശ്രൂഷയുടെ 3-ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ റൂഹ നാം എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കഴിഞ്ഞ 2 ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് വലിയ കരുണ നമ്മോട് കാണിച്ചു. വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിൽ സമൂഹങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി ഒരുങ്ങുന്ന, പരിശുദ്ധാത്മശക്തിയിൽ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഉജ്ജ്വലിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഈ നാളുകളിൽ കർത്താവിനും തിരുസഭയ്ക്കും പ്രയോജനമുള്ളവരാകുവാൻ ഈ ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. കർത്താവിനാൽ വിളിക്കപ്പെട്ട ഓരോ ആത്മാവും പരിശുദ്ധാത്മാവിനാൽ പൂരിതമായി ജീവിക്കേണ്ട നാളുകളാണിത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനുള്ള സമയമാണിത്. നമ്മളായിരിക്കുന്ന ഈ ദിനങ്ങൾ വലിയ ആത്മീയൊരുക്കത്തിൻ്റെ ദിനങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ കത്തിജ്വലിച്ചുകൊണ്ട് ഈ തലമുറയിൽ ധീരതയോടെ കർത്താവിനായി സാക്ഷ്യം നൽകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗം വിശ്വസ്തയോടെ വിളിച്ചിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിളിയും ദൗത്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നവമായ അഭിഷേകത്തിൽ നാം എല്ലാവരും നിറയപ്പെടുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജോലി തിരക്കുകളും മറ്റ് വ്യഗ്രതകളെല്ലാം അല്പസമയത്തേക്ക് മാറ്റിവെച്ച് പൂർണ്ണ മനസ്സോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ നാം എല്ലാവരും ഒരുങ്ങുക. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പൗലോസ്ലീഹ സഭയ്ക്ക് നൽകുന്ന നിർദ്ദേശമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടാണ് ഈ വചനം ആവർത്തിക്കുന്നത്. ഈ പെന്തക്കോസ്ത് അനുഭവത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് കർത്താവിന് നമ്മോട് പറയാനുള്ളത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. മറ്റേത് ലഹരിയേക്കാളും നമ്മെ ഉന്മത്തരാക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അഭിഷേകം നമ്മെ വീര്യമുള്ളവരാക്കും. പരിശുദ്ധാത്മ അഭിഷേകം നമ്മെ തീഷ്ണതയുള്ളവരാക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മെ അധികമായ ബലമുള്ളവരാക്കി മാറ്റും. എൻ്റെ സഹോദരങ്ങളെ,
പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമുക്ക് വേണ്ട എല്ലാ ആത്മീയവും ഭൗതികവുമായ നന്മകളുണ്ട്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, കർശനമായൊരു താക്കീതാണ് പൗലോസ്ലീഹ സഭയ്ക്ക് നൽകുന്നത്. ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അതിനർത്ഥമെന്താ? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാൻ സാധിക്കും. നമ്മുടെ നിരന്തരമായ അനുസരണക്കേടും നമ്മുടെ അവിശ്വസ്തതകളും നമ്മുടെ മറുതലിപ്പുകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള നമ്മുടെ സഹകരണമില്ലായ്മയെല്ലാം നമ്മിലുള്ള പരിശുദ്ധാത്മ സാന്നിധ്യത്തെ നിർവീര്യമാക്കി കളയും. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കുടുംബങ്ങളാണ്. നമ്മുടെ കൂട്ടായ്മകൾ ആത്മാവിൻ്റെ കൂട്ടായ്മകളാണ്. നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അധിവസിക്കുന്ന കൃപയുടെ ഭവനങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുക. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. നമ്മുടെ മധ്യേ ആത്മശക്തി ഇറങ്ങി വരുന്ന കൃപയുടെ സമയമാണ്. പരിശുദ്ധാത്മ തീ നമ്മിൽ കത്തുന്ന സമയം. പൈശാചിക ആധിപത്യങ്ങൾ, നരകത്തിന്റെ ശക്തികൾ, തിന്മയുടെ അരൂപികൾ, സാത്താന്യ പോരുകൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അധികമായ ഫലത്താൽ തകർക്കപ്പെടുന്ന സമയം, സ്വർഗം ഇടപെടുന്ന സമയം, കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സമയം, പരിശുദ്ധാത്മ അനോയിന്റിംഗ് വ്യാപരിക്കുന്ന സമയം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് നമ്മളെ പ്രകാരം ഉച്ചത്തിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം നൽകണമേ. അതിസ്വാഭാവിക കൃപകളാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ചൂട് പിടിപ്പിക്കണമേ. ഞങ്ങളെ തീ പിടിപ്പിക്കണമേ. പെന്തക്കോസ്ത് അനുഭവത്താൽ, പെന്തക്കോസ്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. മക്കളിലേക്ക് വരണമേ. തലമുറകളിലേക്ക് വരണമേ. ബന്ധങ്ങളിലേക്ക് വരണമേ. തിരുസഭ മുഴുവനിലും പെന്തക്കോസ്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ലോകം മുഴുവനിലും എല്ലാ ജനപദങ്ങളിലും ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി മുഴക്ക ശക്തിയോടെ നമ്മളെല്ലാവരും ആത്മാവിൽ നിറയുവാൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ
ഒരു പുതിയ പെന്തക്കോസ്ത, ഒരു പുതിയ പെന്തക്കോസ്ത ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, മക്കൾക്ക് നൽകണമേ, സഭയ്ക്ക് നൽകണമേ, കൂട്ടായ്മകൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അധികമായ ഫലം, അധികമായ കൃപകൾ, അധികമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്ത, ഒരു പുതിയ പെന്തക്കോസ്ത ആത്മാവിന്റെ പിന്മഴ ഈ ദിനങ്ങളിൽ പെയ്തിറങ്ങട്ടെ. സഭ മുഴുവനിലും പെയ്തിറങ്ങട്ടെ. കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച്, ഇരു കരങ്ങളും തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഒന്നിച്ച് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനം ഉണർന്ന് വേല ചെയ്യൂ. ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തുക, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരിക. ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു പാടുന്നു. ഇരു കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഈ ആത്മശക്തിക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, പെന്തക്കോസ്തയുടെ ശക്തിയേ, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിച്ച് ആത്മാവേ, ഹോളി സ്പിരിറ്റ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആമേൻ. ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവരാജ്യം പണിയാം. സഭയെ പടുത്തുയർത്തുവാൻ, സഭയെ എംപവർ ചെയ്യുവാൻ ആത്മാവേ കൃപ തരണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. റൂഹായേ, റൂഹായേ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ ലോകം മുഴുവനിലും പെയ്തിറങ്ങട്ടെ, സഭ മുഴുവനിലും പെയ്തിറങ്ങട്ടെ. എല്ലാ കുടുംബങ്ങളിലും എല്ലാ കൂട്ടായ്മകളിലും പരിശുദ്ധാത്മാവിന്റെ പിന്മഴ, പരിശുദ്ധാത്മാവിന്റെ പിന്മഴ, അഭിഷേകത്തിന്റെ പിന്മഴ, കൃപാവരങ്ങളുടെ പിന്മഴ പെയ്തിറങ്ങട്ടെ. അപ്പാ, അപ്പാ, ഞങ്ങളുടെ അപ്പാ, സ്വർഗീയ പിതാവേ, ആബാ പിതാവേ, പിന്മഴ നൽകണമേ, പിന്മഴ നൽകണമേ. അഭിഷേകത്തിന്റെ പിന്മഴ, കൃപയുടെ പിന്മഴ പെയ്തിറങ്ങട്ടെ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, പിന്മഴ, പിന്മഴ, പിന്മഴ പെയ്യട്ടെ. പിന്മഴ, പിന്മഴ, പിന്മഴ പെയ്യട്ടെ. എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുന്ന, എല്ലാ ബന്ധനങ്ങളെയും നിർവീര്യമാക്കുന്ന, എല്ലാ ഹൃദയങ്ങളെയും തുറക്കുന്ന, എല്ലാ വിമത്തങ്ങളെയും തകർക്കുന്ന, എല്ലാ പൈശാചിക രൂപികളെയും നിർവീര്യമാക്കുന്ന, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ. ഹോളി സ്പിരിറ്റ് മൂവ്. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുക, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് ലോകം മുഴുവൻ പരിശുദ്ധാത്മ ഉണർവ് വ്യാപരിക്കട്ടെ. Revival of the Holy Spirit. Yes, Lord. നിഞ്ചനമുണർന്ന് വേല ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധമ്മേ, തിരുസഭയ്ക്ക് പുതിയ പെന്തക്കൊസ്ത നൽകണമേ. പെന്തക്കൊസ്തയുടെ വിളംബകാരിയായ ഞങ്ങളുടെ പൊന്നു അമ്മേ, പെന്തക്കൊസ്ത അനുഭവം ഞങ്ങൾ എല്ലാവരിൽ നിറയുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ആമേൻ. വിശ്വസിച്ച് സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ സഭയുടെ ആ ഒഫീഷ്യലായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമ്മൾ ഒന്നിച്ച് ചൊല്ലുവാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങൾ തുറന്നു പിടിച്ച കർത്താവിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക, പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. കർത്താവിന്റെ ഈ പരിശുദ്ധ വചനത്തിൽ വിശ്വസിച്ച് ഈ വചനത്തിന്റെ കൃപ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. കുടുംബത്തിലായിരിക്കുന്നവരെ, സമൂഹത്തിലായിരിക്കുന്നവരെ, നിങ്ങൾ വിവിധ ദേശങ്ങളിൽ രാജ്യങ്ങളിലായിരിക്കുന്നവരെ സ്വരമുയർത്തി പ്രാർത്ഥിക്കുക. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ, വരിക. വരിക. പ്രഭാപൂർണമായ അങ്ങയുടെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വരിക. ഞങ്ങളുടെ ആത്മാവിൽ ആവസിച്ച് അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ മാറ്റുക. നിത്യസഹായകനായ അങ്ങ് ഉന്നതങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠദാനമാണ്. അങ്ങയുടേത് സർവവ്യാപകമായ അധികാരത്തിന്റെ നാവാണ്. ജീവനദിയേ, മാധുര്യമുള്ള അഭിഷേകമേ, ജീവാഗ്നിയേ, സത്യസ്നേഹമേ, ഏഴുവിധ കൃപകളിൽ പൂരിതനായവനെ, ദൈവത്തിന്റെ വലതുകൈയുടെ വിരൽ സ്പർശമേ, സംസാരിക്കാനും ഗ്രഹിക്കാനും എളിയവരെ പഠിപ്പിക്കുന്ന അവിടുത്തെ വാഗ്ദാനമേ, അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ അന്തരംഗത്തെ നയിക്കണമേ. സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഒരിക്കലും വീര്യം കുറയാത്ത അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭയാനക ശത്രുക്കളെ ദൂരെ അകറ്റണമേ. യഥാർത്ഥ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ ചിറകുകൾക്ക് കീഴിൽ ഞങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. അങ്ങയിലൂടെ ഞങ്ങൾ പിതാവിനെയും പുത്രനെയും അറിയട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്നേ. കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ മൂന്നാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന നമുക്ക് നൽകുന്ന സന്ദേശം, പെന്തക്കോസ്തയുടെ ശക്തി നമ്മിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന അടിമത്തങ്ങളിലേക്കും തടസ്സങ്ങളിലേക്കുമാണ് ഇന്ന് ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വെളിച്ചം തരുന്നത്.
നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വചനമാണിത്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ നോക്കി കർത്താവ് വാഗ്ദാനം ചെയ്ത വചനമാണിത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ 10 ദിനങ്ങൾ പെന്തക്കോസ്തിയുടെ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മൾ പൂരിതരാകുവാൻ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമ്മൾ ഉജ്ജ്വലിക്കപ്പെടുവാൻ, കാലഘട്ടത്തിന്റെ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനും സഭയ്ക്കും നമ്മൾ അനുഗ്രഹങ്ങളായി തീരുവാൻ നമ്മൾ ഈ പെന്തക്കോസ്തയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോടാണ് കർത്താവ് ഈ വചനം ആവർത്തിക്കുന്നത്. പെന്തക്കോസ്തയുടെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ, പെന്തക്കോസ്തയുടെ കാറ്റ് നമ്മുടെ മേൽ വീശി അടിക്കുമ്പോൾ നാം എല്ലാവരും ശക്തി പ്രാപിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വചനത്തിൽ വീണ്ടും കർത്താവ് പറയുന്നത്, എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. എന്റെ സഹോദരങ്ങളെ, വളരെ കർശനമായ രീതിയിലാണ് കർത്താവ് ശിഷ്യരെ നോക്കി പറയുന്നത്, നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. ഉന്നതത്തിലെ ശക്തി അത് പരിശുദ്ധാത്മ ശക്തിയാണ്, പെന്തക്കോസ്തയുടെ ശക്തിയാണ്. ഈ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ മറ്റു വ്യഗ്രതകളിലേക്ക് പെട്ടുപോകരുത്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ വാഗ്ദാനത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി പോകരുതെന്ന് വളരെ കർശനമായ ഭാഷയിൽ തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിന്ന് ഈ ആവശ്യം ഈ ശക്തിയാണ്. ഈ പവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ ശക്തി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ശക്തിയാണോ? ഈ ശക്തി എന്ന് പറയുന്നത് സ്വാധീനത്തിൻ്റെ ശക്തിയാണോ? രാഷ്ട്രീയത്തിൻ്റെ ശക്തിയാണോ? പണത്തിൻ്റെ ശക്തിയാണോ? ഈ ലോകത്തിലെ മറ്റു പല വിധത്തിലുള്ള ശക്തിയാണോ? അല്ല സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ലോകപരമായ ശക്തിയല്ല ഇത്. നമുക്കിന്ന് ആവശ്യം ഈ സെക്യുലർ വേൾഡ് നൽകുന്ന പവേഴ്സ്, വിവിധങ്ങളായ ശക്തികളല്ല. അതൊക്കെ നമുക്ക് ഒത്തിരി അധികമുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടത് അധികമായ ഫലമാണ്. പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ ആശ്രയിക്കുന്നവർക്ക്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുന്ന അവന്റെ അത്ഭുത ശക്തി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് പെന്തക്കോസ്തയുടെ ശക്തി. കർത്താവ് ഇത് തന്നെയാണ് ആവർത്തിച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ശക്തിയുടെ സവിശേഷത അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഉടനീളം നമുക്ക് കാണുവാൻ പറ്റും. ഈ ശക്തിയുടെ മാനിഫെസ്റ്റേഷനാണ്, ഈ ശക്തിയുടെ വെളിപ്പെടലാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 31-ാം വചനത്തിൽ യൂദയ, സമരി എന്നിവിടങ്ങളിലെ സഭയെക്കുറിച്ച് കർത്താവ് സാക്ഷ്യം നൽകുകയാണ്. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ചു കണ്ടു. സഭകൾ ശക്തി പ്രാപിക്കുകയാണ്.
ഇന്ന് നമുക്ക് ആവശ്യം ഈ ഒരു എംപവറിംഗ് ആണ്. കർത്താവിന്റെ സഭയ്ക്ക് ഇന്ന് എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തീകരണമാണ്, ശക്തിയുടെ അനുഭവമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് എന്താണ് ആവശ്യം? ഈ ശക്തിയുടെ അനുഭവമാണ്. ഹോളി സ്പിരിറ്റ് തരുന്ന ഒരു എംപവറിംഗ് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഐക്യത്തിൽ എല്ലാം ഒരു 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 ശക്തീകരണത്തിൻ്റെ കാറ്റ് വീശേണ്ട സമയമായി. കർത്താവ് പറയാണ്, അത് ശക്തി പ്രാപിച്ചു. ആ സഭാ സമൂഹങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പവർ വെളിപ്പെട്ടു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 22-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം വീണ്ടും ആവർത്തിക്കുന്നു. സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു. സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി ആർജിച്ചു. മോർ പവർ, മോർ അനോയിന്റിങ്. ദിനംതോറും ആത്മശക്തിയിൽ വളരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ അനുഭവമാണ് വേണ്ടത്. നമ്മൾ വളരേണ്ടത് ആത്മാവിന്റെ ശക്തിയിലാണ്. നമ്മൾ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മശക്തിയിലാണ്. നമ്മിലൂടെ വെളിപ്പെടേണ്ടത് ഈ ആത്മശക്തിയുടെ അനുഭവം തന്നെയാണ്. സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി ആർജിച്ചു. ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ പേരുകളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നിറയാൻ, ഈ ശക്തിയുടെ അനുഭവത്തിൽ വളരാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ജ്വലിക്കാൻ, പ്രാർത്ഥനയുടെ ആത്മാവിൽ ആഴപ്പെടുവാൻ, ദൈവവചനത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ, വചനാഭിഷേകം ലഭിക്കാൻ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനഫല വരങ്ങളാൽ നമ്മളെല്ലാവരും സമ്പന്നമാകുവാൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ നിങ്ങൾ കുടുംബത്തിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സമൂഹങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളെല്ലാ നിയോഗങ്ങൾ അയക്കുക. 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഷെക്കേന ഈ മീഡിയ കോംപ്ലക്സിൽ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചുമ്മാ നമ്പർ കാണിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി വാങ്ങാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഈ നമ്മൾ ഉണർവോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. ദൈവജനം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടേണ്ട ദിനങ്ങളാണിത്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ കത്തിജ്വലിച്ച് അനേകം ആത്മാക്കളെ യേശുവിനായി നേടുവാനുള്ള നിർണായകമായ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങളിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരം നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തി കളയരുത്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഈ പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ അനുഭവവും ഈ ശക്തീകരണവും ഈ കൃപാവരങ്ങളുടെ പകർച്ചയും നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നതും ഈ ആഗ്രഹവും ദാഹവും തന്നെയാണ്. അടങ്ങാത്തൊരു ദാഹവും തീരാത്തൊരു ആഗ്രഹവും എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധാത്മ അനുഭവത്തിനായി നമുക്കുണ്ടാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 7:37 ഈ അനുഭവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി നമ്മൾ ആഗ്രഹിക്കണം. തീരാത്തൊരു ദാഹം നമുക്കുണ്ടാകണം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കിലേക്ക് വരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ ശക്തിയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി അടങ്ങാത്തൊരു ദാഹം നമുക്കുണ്ടാകണം. ഈ ലോകത്തിന് മറ്റെന്തിനേക്കാളും ഉപരി
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാൻ, ആത്മപകർച്ചയാൽ നമ്മളെല്ലാവരും പൂരിതരാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദിനംതോറും ജീവിക്കുവാനുള്ള തീരാത്തൊരു ദാഹം നമുക്കുണ്ടാകട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും ദൈവത്തിന് റൂഹ സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. ദാഹാർത്തരേ, ജലാശയത്തിലേക്ക് വരുവിൻ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദിനം തോറും പുതുക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ അതിസ്വാഭാവിക കൃപാവരങ്ങളാൽ നാം എല്ലാവരും സമ്പന്നരാകാൻ ദൈവത്തിന്റെ വചനം ക്ഷണിക്കുകയാണ്. ദാഹാർത്തരേ, നിങ്ങൾ ഈ ആത്മ നിറവിലേക്ക്, ഈ കൃപയുടെ ജലാശയത്തിലേക്ക് വരിക. സമൃദ്ധമായി നിങ്ങൾ ഭക്ഷിക്കുക, പാനം ചെയ്യുക. നമുക്ക് തീരാത്തൊരു ദാഹമുണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ അമ്മ മാതാവ് ഉദ്ഘോഷിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ദൈവം സംതൃപ്തരാക്കി. ആരെയാണ് ദൈവം വിശിഷ്ടമായ വിഭവങ്ങളാൽ സംതൃപ്തിപ്പെടുത്തിയത്? വിശക്കുന്നവരെയാണ്. പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളൊരു വിശപ്പ് നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, അടങ്ങാത്തൊരു വിശപ്പ്, മറ്റെന്തിനേക്കാളും ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ആത്മാവിന്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുവാൻ, ഈ കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിക്കുവാനുള്ള ഒരു വിശപ്പ് നമുക്കുണ്ടാകണം. വിശക്കുന്നവരെയാണ്. ദൈവത്തിന്റെ വിശിഷ്ടമായ വിഭവം എന്താണ്? തൻ്റെ അഭിഷേകമാണ്, തൻ്റെ കൃപാവരങ്ങളാണ്, തൻ്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ്. ഇതാർക്കാണ് കർത്താവ് നൽകുന്നത്? വിശക്കുന്നവർക്കാണ്. വീണ്ടും 107-ാം സങ്കീർത്തനം 9-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. ദാഹാർത്തനെ തൃപ്തി വരുത്തുന്നു. വിശപ്പുള്ളവൻ എന്ത് കൊടുക്കുന്നു? വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി നൽകുകയാണ്. അപ്പൊ എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത് തീരാത്തൊരു ദാഹമാണ്. ഈ ശക്തിയുടെ അനുഭവത്തിൽ നിറയുവാൻ, ഈ അഭിഷേക കൃപകളിൽ ജീവിക്കുവാൻ, ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യം വെളിപ്പെടുത്തുവാനുള്ള അടങ്ങാത്തൊരു ആഗ്രഹം പ്രിയ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓ ജീസസ്, ജീസസ്, ജീസസ്. രണ്ടാമത്, അടുത്തൊരു ഒരുക്കമാണ് നമുക്ക് വേണ്ടത്. അടുത്തൊരു ഒരുക്കം. ഈ ദിനങ്ങൾ നമ്മൾ മിസ് ചെയ്ത് കളയരുത്. മറ്റു അനേക വ്യഗ്രതകളിൽപ്പെട്ട് ഇതിൻ്റെ സീരിയസ്നെസ് നമ്മൾ ആരും നഷ്ടപ്പെടുത്തി കളയരുതേ. ഈ ദിനങ്ങൾ സ്വർഗം സമ്മാനിച്ചിരിക്കുകയാണ്. ഒരു പുതിയ ശക്തിയുടെ അനുഭവത്താൽ നാം എല്ലാവരും നിറയപ്പെടുവാൻ അടുത്തൊരുക്കമാണ്. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി, പരിശുദ്ധാത്മ അനുഭവത്തിനായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സാന്നിധ്യത്തിനായി, ആത്മപകർച്ചയ്ക്കും ആത്മാവിന്റെ അതിസ്വാഭാവിക കൃപാവരങ്ങൾക്കുമായി ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഒരുക്കത്തിന്റെ സമയമാണ്. ഇത് ഒരുങ്ങുവാനുള്ള സമയമാണ്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമ്മൾ നന്നായി ഒരുങ്ങണം സഹോദരങ്ങളെ. എത്രമാത്രം നമ്മൾ ആത്മീയമായി ഈ അനുഭവത്തിന് വേണ്ടി,
ഈ ശക്തിയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നുവോ അത്രമാത്രം ദൈവം നമ്മെ നിറയ്ക്കും. ദൈവം നമ്മെ എംപവർ ചെയ്യും. തന്റെ ആത്മാവിന്റെ അധികമായ ഫലം നൽകി നമ്മെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി സ്വരത്തിൽ വിളിച്ച് യേശുവേ എന്നൊരു 3 പ്രാവശ്യം വിളിച്ച് യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ നന്നായി ഒരുങ്ങണം, നന്നായി ഒരുങ്ങണം. നമ്മുടെ മക്കളെ ഒരുക്കണം, മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാര്, ജീവിത പങ്കാളി, നിങ്ങൾ പരസ്പരം ഒരുങ്ങണം. നമ്മുടെ കുടുംബം ഈ ഒരു അനുഭവത്തിന് വേണ്ടി ഒരുങ്ങണം. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എൻ്റെ അമ്മമാരെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ അടുത്ത ഒരുക്കമുണ്ടാകണം. ഈ ശക്തിയുടെ അനുഭവത്തിന് വേണ്ടി, ഈ അഭിഷേക കൃപകൾക്ക് വേണ്ടി നമ്മൾ തീരാത്തൊരാഗ്രഹത്തോടെ, ദാഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകേണ്ട ദിനങ്ങളാണിത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ ദാഹിക്കണം, അതിനായി നന്നായി നമ്മൾ ഒരുങ്ങണം. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവം, പെന്തക്കോസ്തയുടെ തീ നമ്മിൽ കത്തണമെങ്കിൽ, അവന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പൗലോസ്ലീഹ സഭയോട് കൃത്യമായി പറയുകയാണ്. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ തിരുവചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിക്കണം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വളരെ വ്യക്തമായി കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുദ്ര ചെയ്ത പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഇത് കർശനമായ ദൈവത്തിന്റെ ആലോചനയാണ്. ദിനംതോറും പെന്തക്കോസ്തയുടെ ശക്തിയിൽ ജീവിക്കണമെങ്കിൽ, ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ അതിസ്വാഭാവിക കൃപകളാൽ നമ്മൾ ഉജ്ജ്വലിക്കപ്പെടണമെങ്കിൽ സ്വർഗം തരുന്ന ദൂതെന്താണ്? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആവർത്തിച്ച് ദൈവവചനത്തിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനം. അവിടെ എന്താ വചനം പറയുന്നത്? നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ നിരന്തരമായി വേദനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിർവീര്യമാകും. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ആത്മാവിന്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ആത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മിൽ ക്ഷയിച്ചു പോകും. എൻ്റെ സഹോദരങ്ങളെ, ഇതിനോടുള്ള ബന്ധത്തിൽ എന്തുമാത്രം അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റും. നമ്മുടെ നവീകരണ മുന്നേറ്റത്തിലേക്ക് നോക്കുക. ആദ്യ നാളുകളിൽ വെളിപ്പെട്ടതുപോലെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? നിരന്തരമായി നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. നമ്മൾ ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആർക്കും അത് നിഷേധിക്കാൻ പറ്റുകയില്ല. നവീകരണ മുന്നേറ്റം തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ആദ്യ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയും ആശ്രയത്വവും പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹവും ആത്മാവിന്റെ പ്രവർത്തനങ്ങളുള്ള തുറവിയും നമ്മൾ പരസ്പരമുള്ള ഐക്യവും കൂട്ടായ്മയെല്ലാം എന്തൊരു ബലവും ശക്തിയുമായിരുന്നു. നാളുകൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം നമുക്ക് കൈമോശം വന്നുപോയി. തന്മൂലം എന്ത് സംഭവിച്ചു? ആത്മാവിന്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മ സാന്നിധ്യം നിർജീവമായി. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമായി
വെളിപ്പെടാത്ത വിധത്തിൽ നമ്മൾ ആത്മാവിനെ നിർവീര്യമാക്കി കളഞ്ഞു. നമ്മൾ അനുതപിക്കണം സഹോദരങ്ങളെ. ഈ വർഷത്തെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന് നമ്മോട് പറയുവാനുള്ള വളരെ ശക്തമായൊരു ആലോചനയാണ്. നമ്മൾ അനുതപിക്കണം, നമ്മൾ റിപ്പന്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത് നിരന്തരമായി നമ്മൾ കാണിച്ച അനുസരണക്കേടുകൾ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒത്തിരിയേറെ ദുഃഖിപ്പിച്ചു. തന്മൂലം എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 29-ാം വചനത്തിൽ വീണ്ടും കർത്താവിന്റെ പരിശുദ്ധ വചനം പറയാ. എന്താ പറയുന്നത്? ദൈവപുത്രരെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ. കൃപയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, അതാരാണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവിന്റെ പരിശുദ്ധ വചനം എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവിനെ അപമാനിക്കരുത്. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ അവമാനിക്കരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന നമ്മോടുള്ള കർത്താവിന്റെ നിർദ്ദേശമാണിത്. ഈ വിഷയത്തിൽ നമ്മൾ അനുതപിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ മാപ്പ് ചോദിക്കണം. അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ തെറ്റിപ്പോയി, പരിശുദ്ധാത്മാവെ തെറ്റിപ്പോയി. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 7:51 എന്താ പറയുന്നത്? ഇങ്ങനെ ആത്മാവ് നിർവീര്യമാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ നിന്ന് എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത്? ഒരു ദിവസവും 2 ദിവസം കൊണ്ടല്ല, നിരന്തരമായ അനുസരണക്കേടുകൾ, നിരന്തരമായി നമ്മൾ അവിടുത്തെ വേദനിപ്പിക്കുന്നു, അവമാനിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, മർക്കട മുഷ്ടിക്കാരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. ശ്രദ്ധിക്കണമേ, പെന്തക്കോസ്തയ്ക്കായി ഒരുങ്ങുന്ന നമ്മോട് കർത്താവിന്റെ പരിശുദ്ധ വചനം എന്താ നിർദ്ദേശിക്കുന്നത്? ഒന്നാമതായി, നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രണ്ടാമത് നമ്മൾ വചനത്തിൽ കണ്ടു, നമ്മൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനോട് ചെയ്യരുതാത്ത കാര്യങ്ങളായത്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളായത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. മൂന്നാമത് നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിനെ അവമാനിക്കരുത്, ഇൻസൾട്ട് ചെയ്യരുത്. കൃപയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മൾ അപമാനിക്കരുത്. നാലാമത് വചനത്തിൽ കണ്ടു, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്, മറുതലിക്കരുത്. നമ്മൾ റിബലിയസ് ആവരുത്. ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളോട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മറുതലിപ്പ് കാണിക്കരുത്, നമ്മൾ മല്ലടിക്കരുത്. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന് പരിശുദ്ധാത്മ വിട്ടുപോകും. നമ്മുടെ മിനിസ്ട്രികളിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിർജീവമായി പോകും. എത്ര കൃത്യതയോടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മോട് ഈ സത്യങ്ങൾ പറയുന്നത്. നമ്മളിവിടെ അനുദപിക്കണം സഹോദരങ്ങളെ. പെന്തക്കോസ്തയുടെ കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞടിക്കണമെങ്കിൽ, ആത്മാവിന്റെ തീ നമ്മിൽ കത്തണമെങ്കിൽ നമ്മൾ ഒത്തിരിയേറെ അനുദപിക്കാനുണ്ട്. എന്തിനെ പ്രതി? പരിശുദ്ധാത്മാവിനെ നിരന്തരമായി വേദനിപ്പിച്ചതിനെ പ്രതി. നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു കാറ്റും പ്രാവുമായി കാണരുത്. അവൻ ത്രിത്വത്തിലെ മൂന്നാമനാണ്. സർവശക്തനും സർവാധിപനുമായ ജീവിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെ വേദനി വരുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഏതാനും
ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുകയാണ്. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ബന്ധങ്ങളുടെ തകർച്ചയാണ്. പരിശുദ്ധാത്മാവിനെ ഏറെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിലെ തകർച്ചയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ചില നീരസങ്ങൾ, വെറുപ്പ്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, നമ്മുടെ മറുതലിപ്പ്, വിപരീത ബുദ്ധി, എതിർ ചിന്തകൾ, നമ്മുടെ സ്നേഹരാഹിത്യം, നമ്മുടെ ദൂഷണങ്ങൾ, ക്രോധം, വെറുപ്പ്, ഇതെല്ലാം ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മശക്തി ഇറങ്ങാത്തതിൻ്റെ കാരണം, നമ്മുടെ സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പവർ അത് മാനിഫെസ്റ്റ്, അത് വെളിപ്പെടാത്തതിന്റെ കാരണം പലപ്പോഴും നമ്മുടെ സമൂഹങ്ങളിൽ എന്താ ഈ വെറുപ്പും പകയും. നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ ചിരിച്ചും ഹായ് ഭായ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. നീരസം, വൈരാഗ്യ ബുദ്ധി, പക, വെറുപ്പ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിനെ ഓർത്ത് അനുതപിക്കുന്നില്ല. ഇതെല്ലാം ഒരുപാട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വചനം. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? മത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കട മുഷ്ടി വിഗ്രഹാരാധന പോലെയും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും മത്സര്യമുണ്ടെങ്കിൽ എൻ്റെ അപ്പനോടാകാം, എൻ്റെ അമ്മയോടാകാം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. കാരണങ്ങളൊന്നൊരു വിഷയമല്ല സഹോദരങ്ങളെ. നമ്മൾ റീസൺ പറയണ്ട. കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുക. നമുക്ക് നൽകപ്പെട്ട എന്തുമാത്രം അനുഗ്രഹങ്ങളും നന്മകളുമുണ്ട്. നമ്മുടെ യോഗ്യതയും കഴിവും കൊണ്ടാണോ? കർത്താവിൻ്റെ സ്നേഹത്താലും കരുണയാലും അല്ലേ ഇതെല്ലാം അനുഭവിക്കുവാൻ നമുക്കിന്ന് സാധ്യമാകുന്നത്. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, ചിലപ്പോൾ വസ്തുവകളുടെ പേരിലാവാം, സ്വത്തിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ മറ്റു അനേക കാര്യങ്ങളിലാകാം, ചിലപ്പോൾ കൊച്ചു കൊച്ചു നിസാര കാര്യങ്ങളെ പ്രതിയാകാം. എൻ്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ എന്നെ വേദനിപ്പിച്ചവരെ, എനിക്കതിന് അപവാദം പറഞ്ഞവരെ, എൻ്റെ സൽകീർത്തിക്ക് കളങ്കം വരുത്തിയവരെ, എൻ്റെ അധികാരികൾ, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ ആരുമാകട്ടെ, എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിൽ ഈ വചനം പറയുന്നത് പോലെ മത്സരത്തിൻ്റെയോ പകയുടെയോ അല്പം നീരസത്തിൻ്റെയോ ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല, ചെറുതാകാൻ പറ്റുന്നില്ല. അത് കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, ജോലി സ്ഥലത്താകാം, നമ്മൾ വ്യാപരിക്കുന്നിടത്താകാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എവിടെയുമാകട്ടെ, ഈ വചനം പറയുന്നത് പോലെ നമുക്ക് നിരുപാധികം ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും പെന്തക്കോസ്തയുടെ ശക്തി സ്വന്തമാക്കാൻ കഴിയുകയില്ല. റൂഹായുടെ കാറ്റ് നമ്മുടെ മേൽ വീശി അടിക്കുകയില്ല. പരിശുദ്ധാത്മ കൃപാവരങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുകയില്ല. പരിശുദ്ധാത്മാവ് ക്ഷമയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, താഴ്മയുടെ ആത്മാവാണ്. ഇപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് ഈ പകർച്ചയുണ്ടാവൂ. അഭിഷേകത്തിൻ്റെ പകർച്ച, കൃപാവരങ്ങളുടെ പകർച്ച, ദൈവശക്തിയുടെ പകർച്ച. എൻ്റെ സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. നിരുപാധികം ക്ഷമിക്കാൻ നമ്മോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഒത്തിരി പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ആ വചനം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്താ പരിശുദ്ധാത്മാ പറയുന്നത്? എഫെസോസ്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. 4:31 എന്താ പരിശുദ്ധ വചനം പറയുന്നത്? സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും മട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഇത് ഉപേക്ഷിക്കാതെ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാവുകയില്ല. പരിശുദ്ധാത്മ ശക്തി നമ്മിൽ വെളിപ്പെടുകയില്ല. സഹോദരങ്ങളെ, വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം എന്താ പറയുന്നത്? പുതിയ വീഞ്ഞ്
പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പുതിയ വീഞ്ഞ് പകരപ്പെടുന്നത്. പഴയ തോൽക്കുടങ്ങളിലേക്കല്ല, പുതിയ തോൽക്കുടങ്ങൾ. പുതിയ തോൽക്കുടങ്ങൾ. എന്താണ് ഈ പുതിയ തോൽക്കുടം എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിന് യോഗ്യമായ ജീവിതം. പരിശുദ്ധാത്മാവിന് യോഗ്യമായ ജീവിതമാണ് സഹോദരങ്ങളെ പുതിയ തോൽക്കുടമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. ആത്മാവിന് യോഗ്യമായ ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് ദൈവത്തിന് അതിന് ആവശ്യപ്പെടുന്നത് എഫെസസ് 4:31 ക്രോധവും അട്ടഹാസവും ദുഷിപ്പുകളും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. നമ്മളിത് ഉപേക്ഷിക്കാതെ, നമ്മളിത് വിട്ടുകളയാതെ നമുക്കൊരിക്കലും പരിശുദ്ധാത്മ അനുഭവം സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആത്മാവിന്റെ അധികമായ ഫലം ഏറ്റെടുക്കുവാൻ കഴിയുകയില്ല. സഹോദരങ്ങളെ, വിശ്വസിച്ചോ ദൈവത്തിന്റെ വചനമാണ് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ അത് വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ ചില സമയങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നതിന് കാരണം ഈ അഭിഷേകവും കൃപയൊക്കെ നമ്മൾ ഒന്നിച്ച് പ്രാപിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് ടെക്സ്റ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ സ്വീകരിക്കാം. കുറച്ച് പേര് ഇവിടെ നമ്മൾ അതിനു വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യപ്പെട്ട നിയോഗങ്ങൾ സിസ്റ്റർ ആഗ്നറ്റ് വചനം ഗ്രഹിക്കാനും പഠിക്കാനും കൃപ ലഭിക്കാൻ സിസ്റ്റർ ആഗ്നറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ അഞ്ജലി സൗമ്യത ലഭിക്കാൻ, ടെൻസ് കുംഭസാരത്തിൽ വിശ്വാസമുണ്ടാകാൻ, ഷിബിൻ ശക്തിക്കുളങ്ങര ആഴമേറിയ മാനസാന്തരം ഉണ്ടാകാൻ ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജീസസ് ഫിൻസി തൃശൂർ ദൈവത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാൻ, പ്രിൻസി ബോംബെ പരിശുദ്ധാത്മാവിൽ നിറയാൻ, സഞ്ജു വരദാനങ്ങൾ ലഭിക്കാൻ, സിന്ധു വചനം ധ്യാനിക്കുവാൻ കുടുംബത്തിന്, സിസ്റ്റർ ഷീജ ഈ കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിക്കാൻ, 100 കണക്കിന് ദൈവമക്കള് വിവിധങ്ങളായ പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരൻ, ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് കരങ്ങൾ ഉയർത്തിയൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ക്ഷമയുടെ അഭിഷേകം നിറയാൻ, പുതിയ തോൽക്കുടങ്ങളായി മാറാൻ, ഒഴിഞ്ഞ പാത്രങ്ങളായി മാറാൻ, പഴയ തോൽക്കുടങ്ങളെല്ലാം വിട്ടകലുവാൻ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്ന എല്ലാ ദൂഷണവും, എല്ലാ ക്രോധങ്ങളും, എല്ലാ അട്ടഹാസങ്ങളും, എല്ലാവിധ തിന്മകളും വെറുത്തുപേക്ഷിച്ച് ആത്മാവിന് യോഗ്യമാമിതം ജീവിതത്തിലേക്ക് വരുവാൻ, കർത്താവിന് യോജിച്ച രീതിയിൽ ജീവിക്കുവാൻ, പുതിയ തോൽക്കുടങ്ങളായി മാറുവാൻ കൃപ തരണമേ, അഭിഷേകം തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക, പരിശുദ്ധാത്മാവേ വരിക. അങ്ങയെ ദിനംതോറും സ്നേഹിച്ച് ജീവിക്കും, അവിടുത്തെ കൃപാവരങ്ങളിൽ വളരുവാൻ, പ്രസാദവരത്തിൽ നിറയുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോ വ്യക്തിയുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ച് സ്തുതിക്കുന്നു ഈശോയെ. കൃപയൊഴുകട്ടെ, 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 കൃപയൊഴുകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യണമേ. ഹൃദയം തുറന്ന് ഉച്ചത്തിലൊരു മനസ്സോടെ പറഞ്ഞേ, കർത്താവേ പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പെയ്യട്ടെ. സഭ മുഴുവനിലും, എല്ലാ കുടുംബങ്ങളിലും, ദേശാന്തരങ്ങളിൽ ആത്മാവിന്റെ പിന്മഴ പെയ്യട്ടെ. പിന്മഴ പെയ്യണമേ കർത്താവേ, പിന്മഴ വിശ്വസിച്ച്
ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പിന്മഴയാൽ നിറയപ്പെടുവാൻ ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയെ. കൃപയോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, ദൈവത്തിന്റെ റൂഹായെ സങ്കടപ്പെടുത്തുന്ന, കൃപയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അവമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒന്നാണ് ബന്ധങ്ങളിലെ തകർച്ചകൾ. ബന്ധങ്ങൾ നേരുള്ളതാക്കാതെ പെന്തക്കൊസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് കൊണ്ട് ഒരു പ്രയോജനവും എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും, നിങ്ങൾ ശ്രദ്ധിച്ച്, തൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് വേർഡ്, സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്. നമ്മൾ ഇനി അതാ കാണാൻ പോകുന്നത്. ഒരിക്കലും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ അവഗണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നിരുപാധികം ക്ഷമിക്കണം. ക്ഷമിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേദനയുണ്ടാകും. ക്ഷമിക്കാത്ത ജീവിതങ്ങളിൽ ആത്മസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ അപ്രകാരമുള്ള ജീവിതങ്ങളിൽ ക്ഷയിച്ചു പോകും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം നിർവീര്യമാകും, നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് സഹോദരങ്ങളെ ജഡപാപങ്ങൾ, ജഡീക പാപങ്ങൾ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജഡീക പാപങ്ങൾ. എന്താണ് ഇതിന്റെ കാരണം? പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം. അപ്പൊ അതിനെ ഒരുമിച്ച് നിങ്ങൾ വായിച്ച്. മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം, വിശുദ്ധിയുടെ ആത്മാവിനു ചേർന്ന വിധം. ശ്രദ്ധിച്ച് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞേ. വിശുദ്ധിയുടെ ആത്മാവിനു ചേർന്ന വിധം പറഞ്ഞേ. വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ആണ്. അതിനാൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, റോമാക്കാർക്ക് ലേഖനം തന്നെ 8-ാം അധ്യായം അവിടെ 5-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? എന്തെന്നാൽ ജഡീകമായി ജീവിക്കുന്നവർ ജഡീക കാര്യങ്ങളിൽ, ജഡകാര്യങ്ങളിൽ, മ്ലേച്ഛതകളിൽ, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ, ശരീരത്തിന്റെ ഭോഗേച്ഛകളിൽ എങ്ങനെ ഈ നശ്വരമായ ശരീരത്തിന് സുഖം കൊടുക്കാം, എങ്ങനെ ഇതിനെ സുഖിപ്പിക്കാം, ഇത് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ വചനം പഠിപ്പിക്കുന്നത്. അവർ ജഡീക കാര്യങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കുന്നു. ഇത് ഒരുപാട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാരണം നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആലയത്തെ ജഡപാപങ്ങളാൽ, ജഡീക പാപങ്ങളാൽ ആരെല്ലാം നശിപ്പിക്കുന്നുവോ അവർ ആരുമാകട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ല സഹോദരങ്ങളെ. ദൈവത്തിന് മുഖപക്ഷമില്ല. അവരാര് തന്നെയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പരിണിത ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അനുദപിക്കുന്നില്ലെങ്കിൽ, റിപ്പന്റ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായി അത് കുടുംബത്തിലാണ്, അത് സഭയിലാണെങ്കിലും, നമ്മുടെ സമൂഹങ്ങളിലാണെങ്കിലും, നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യുന്നു. നമ്മൾ കാണുന്ന പല വിപത്തുകളും, പല തകർച്ചകളും, പല പ്രതിസന്ധികളും എന്താ ഇതിന്റെ കാരണം? പരിശുദ്ധാത്മാവിനോട് നിരന്തരം കാണിച്ച വേദനയും അവഗണനയുമാണ്. എത്ര കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ 7-ാം വചനത്തിലോട്ട് വന്ന് റോമൻസ് ചാപ്റ്റർ 8:7 8-ന്റെ 7 എന്താ പറയുന്നത്? ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. എന്നാ ഒരു വചനം അത്!
ദൈവത്തിന്റെ ശത്രുവാണ്. ജഡകാര്യങ്ങളിൽ എപ്പോഴും ഈ ജഡീക ചിന്തകള്, എന്തുകൊണ്ട് ഈ ജഡചിന്ത വരുന്നത്? നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പലപ്പോഴും ഈ ജഡീക കാര്യങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിങ്ങോട്ട് ഇത് മൊബൈലാണ്, ഇതൊക്കെ നല്ലതാണ്. ഇന്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ കാഴ്ചകളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയും എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ എത്ര പേർക്ക് കഴിയും? അവർക്കാണ് പെന്തക്കോസ്ത് ഉണ്ടാകുന്നത്. നമ്മൾ ഇന്നലെ വചനത്തിൽ കണ്ടു, വില കൊടുക്കണം, ത്യാഗമുണ്ട്, അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതിന് പുറകിൽ സഹനമുണ്ട്. സഹോദരങ്ങൾ, ഒരു ഈസി ഗോയിങ് അല്ല ഈ അഭിഷേകം പ്രാപിക്കുക എന്ന് പറയുന്നത്. അതിന് പുറകിൽ കഷ്ടപ്പാടുണ്ട്, അധ്വാനമുണ്ട്, നല്ല എഫർട്ടുണ്ട്. നമ്മൾ നല്ല ബലപ്രയോഗം നടത്തണം. ഈ ശരീരത്തെ ശരിക്കും നിയന്ത്രിക്കണം, കർശനമായി നിയന്ത്രിക്കണം, ബലപ്രയോഗം നടത്തണം, എഫർട്ട് ഇടണം. നമ്മളിങ്ങനെ ഒരു ബട്ടൺ ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നല്ല ചൂടുള്ള ചായ വരുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല പരിശുദ്ധാത്മ ശക്തി, പെന്തക്കോസ്ത് അനുഭവം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ജഡകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. റിപ്പന്റ് ചെയ്യണം സഹോദരൻ, അത് ഉപേക്ഷിക്കണം. പുതിയ തോൽക്കുടങ്ങളായി മാറണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-4 വചനങ്ങളിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകനായ ഏലീശ പറഞ്ഞു, ആ പാവപ്പെട്ട വിധവയോട്, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ, ശ്രദ്ധിക്കണമേ, ഒഴിഞ്ഞ പാത്രങ്ങളിലേക്കാണ് എണ്ണയുടെ പകർച്ചയുണ്ടാകുന്നത്. ഒഴിഞ്ഞ പാത്രങ്ങളിലേക്കാണ് എണ്ണയുടെ ഒഴുക്കുണ്ടാകുന്നത്. ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. ഒഴിഞ്ഞ പാത്രങ്ങളാകണം. നമ്മൾ ഈ പാപവും കുശുമ്പും മ്ലേച്ഛതയും വെറുപ്പും നീരസവും ദുഷിപ്പും പരദൂഷണവും അവിശ്വസ്തതയും അശുദ്ധിയും വിശ്വാസരാഹിത്യവും സംശയവും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളോടുള്ള തുറവിയില്ലായ്മയും ഇതൊക്കെ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ ആത്മാവിന്റെ ഒഴുക്കുണ്ടാകുക? ഒഴിഞ്ഞ പാത്രങ്ങൾ. നമ്മളൊരു ശൂന്യവൽക്കരണം നടത്തണം, ഒഴിയണം, ഇതെല്ലാം വിട്ടുപോകണം. ഈ ജഡത്തിൻ്റെയും ഈ വെറുപ്പിൻ്റെയും ഈ ദൂഷണത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും അശുദ്ധിയുടെയും അവിശ്വസ്തതയുടെയും എല്ലാ ദുഷിപ്പുകളിൽ നിന്നും ഞാനൊരു ശൂന്യവൽക്കരണം നടത്തണം. അപ്രകാരമുള്ളവരിലേക്കാണ് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഇതൊരു നേരം പോക്കല്ല കേട്ടോ. പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഇതൊരു നേരം പോക്കല്ല. പറഞ്ഞേ, ഇതൊരു നേരം പോക്കല്ല, ഒരു എന്റർടൈൻ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് പങ്കെടുക്കുന്നത്. ഒരിക്കലും ആകരുത്. നിങ്ങൾ ഇതിന് സീരിയസ്നെസ് മനസ്സിലാക്കണം. ഗൗരവ ബോധത്തോടെ, അടുത്ത ഒരുക്കത്തോടെ, തീരാത്ത ദാഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ചങ്ക് പൊട്ടി നിലവിളിക്കണം. കർത്താവേ, ഒരു പുതിയ പെന്തക്കോസ്ത് ഞങ്ങൾക്ക് തരണം. പെന്തക്കോസ്തയുടെ കാറ്റ് സഭ മുഴുവനിലും വീശിയടിക്കട്ടെ. റൂഹായുടെ വ്യാപനം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. ഇന്നത്തെ സഭയ്ക്ക് ഇതാണ് ആവശ്യം. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിനുള്ള ഒരുക്കത്തിന്റെ വഴികളായത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സഹോദരങ്ങളെ, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരു വചനം കൂടി നമുക്കതിൽ കാണാം. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? നിങ്ങളുടെ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. ഇങ്ങോട്ട് ഈ ശരീരം മദ്യപിക്കാൻ ശ്രദ്ധിക്കണം. മദ്യപാനം ഉപേക്ഷിക്കാതെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയതുകൊണ്ട് കാര്യമുണ്ട് സഹോദരങ്ങളെ. കഞ്ചാവ്, മയക്കമരുന്ന്, സിഗരറ്റ് വലി, സ്വയം ഭോഗം, മ്ലേച്ഛ പാപങ്ങൾ, അശുദ്ധ പാപങ്ങൾ, ജഡപാപങ്ങൾ, അവിഹിത വേഴ്ചകൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ അവിശ്വസ്തതകൾ, കർത്താവിനോട് നിരന്തരം കാണിക്കുന്ന അനുസരണക്കേടുകൾ,
നമ്മുടെ അവിശ്വസ്തതകള്, ഇതൊക്കെ ഒത്തിരി പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. താൻ തെരഞ്ഞെടുത്തവരുടെ അവിശ്വസ്തതകളാണ് ഇന്നേറെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. നമ്മൾ ആരും സംശയിക്കേണ്ട. ഇത് ഉപേക്ഷിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ പുതിയ ധാന്യങ്ങളായി മാറണം. ആ ധാന്യ ബലി നിങ്ങൾ അർപ്പിക്കണം. നമ്മൾ ഇന്നലെ വചനത്തിൽ കണ്ടു, ലേവ്യ പുസ്തകം 23:16. ആ 120 പേരടങ്ങുന്ന ശിഷ്യ സമൂഹം അവർ പുതിയ ധാന്യങ്ങളായി പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ആ സമൂഹത്തിലേക്കാണ് റൂഹ ഇറങ്ങി വന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു ഒരുക്കമുണ്ടാകണം. നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു ഒരുക്കമുണ്ടാകണം. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ ഈ ഒരു ഒരുക്കമുണ്ടാകണം. നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിൽ ഈ ഒരു ഒരുക്കമുണ്ടാകണം. എങ്കിലേ റൂഹായുടെ കാറ്റടിക്കൂ, അവന്റെ തീ കത്തൂ. ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. ശരീരം ദുർവൃത്തിക്ക്, ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വീടാണിത്. എനിക്ക് തോന്നിവാസം ചെയ്യാനുള്ളതല്ല ഈ ശരീരം. ഇത് പരിശുദ്ധാത്മാവിന്റെ ഭവനമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കർശനമായ ഭാഷയിലെ സഭയോട് പറയുന്നത്, ശരീരം ദുർവൃത്തിക്കുള്ളതല്ല. ഇത് എന്തൊക്കെ ഇതിലൂടെ നടക്കുന്നത് ഞാൻ പറയുന്നില്ല സഹോദരങ്ങളെ. എന്തൊക്കെ ഇതിലൂടെ നടക്കുന്നത് ഇതൊക്കെ നല്ലതാണ്. വീഡിയോ കോൾ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ചാറ്റിംഗ്, എവിടെ ഇതിലൊക്കെ പരിശുദ്ധാത്മാവ്? വീഡിയോ കോൾ വേണം, തീർച്ചയായിട്ടും അത് ചെയ്യണം. ഞാൻ പറഞ്ഞത് അത് അശുദ്ധമായ കാര്യങ്ങൾക്കാകരുത്. ഒരിക്കൽ നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. എന്തുകൊണ്ട് സാംസന്റെ മേലുള്ള അഭിഷേകം അവന് വിട്ടുപോയത്? സാംസന്റെ മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തി, അവന്റെ ശക്തി എന്ന് പറയുന്നത് അവന്റെ മസിൽ പവർ ഒന്നല്ല, അവന്റെ മേൽ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തിയായിരുന്നു സാംസന്റെ ബലം എന്ന് പറയുന്നത്. തെറ്റായ ബന്ധങ്ങള്, അവിഹിത വേഴ്ചകള്, അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ആ തെരഞ്ഞെടുക്കപ്പെട്ട സാംസൺ കർത്താവിനോട് വിശ്വസ്ത കാണിച്ചില്ല. തന്നെ വിളിച്ച പരിശുദ്ധാത്മാവിനോട് സാംസൺ വിശ്വസ്തനായിരുന്നില്ല. ആ ദലീലയും മറ്റു പല സ്ത്രീകളുമായി അവൻ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. വ്യക്തമായി വചനം പഠിപ്പിക്കുക, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. എന്താണ് അവന്റെ ശക്തി? ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മ വിട്ടുപോയി. അഭിഷേകം നിർജീവമായി. തന്മൂലം ഒരു കുട്ടി കൊരങ്ങനെ പോലെ ഫിലിസ്ത്യരുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്ന ഒരു കോമാളിയായി ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്ന സാംസൺ അധപതിച്ചുപോയി. സഹോദരങ്ങളെ, വലിയ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് തരുന്നത്, ഇതെനിക്കും നിനക്കും സംഭവിക്കരുത്. അനുദപിക്കണം, നമ്മൾ റിപ്പന്റ് ചെയ്യണം കർത്താവിന്റെ മുമ്പിൽ. കർത്താവ് തെറ്റിപ്പോയി. നമ്മുടെ ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകട്ടെ. നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ സ്പർശനങ്ങളിൽ, നമ്മുടെ കേൾവികളിൽ എല്ലാം ഹോളി സ്പിരിറ്റ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും അതെത്ര വിലപ്പെട്ടതാണെങ്കിലും എനിക്ക് വേണ്ട. കാരണം അതിനേക്കാൾ വിലപ്പെട്ടതാണ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. പെട്ടെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വേദന വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവിൻ്റെ പാപങ്ങളാണ്. നമ്മൾ അറിയുന്നില്ല അനേകരുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നത്. ആത്മാവിൽ നേരെ സങ്കടപ്പെടുന്നത് നമ്മുടെ നാവിനെ നമ്മൾ ഒരുപാട് ദുരുപയോഗിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? പൗലോസ് ലേഖ കൊളോസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വചനം. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. കൊളോസസ് 3:5 പരിശുദ്ധ വചനം പറയുന്നു. അതുകൊണ്ട് 3:8 ആണ്. 3:8 ഇപ്പോൾ ഇവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ വിളിക്കപ്പെട്ടവർക്ക് ഇത് യോജിച്ചതല്ല. അശുദ്ധ ഭാഷണം, ദുർഭാഷണം, പരിഹാസ വാക്കുകള്, ദുഷിപ്പ് വാക്കുകള്, നിന്ദാ വാക്കുകള്, കളിയാക്കുന്ന വാക്കുകള്, പരിഹസിക്കുന്ന വാക്കുകള്,
ദൂരെ അകറ്റ് വിട്ടുപേക്ഷിക്കാൻ കൃത്യമായി ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പെന്തക്കോസ്തയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ അനോയിന്റിങ് നമ്മിലേക്ക് പകരപ്പെടുവാൻ സ്വർഗം തരുന്ന ആലോചനയാണിത്. നമ്മുടെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 36-ാം വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും നമ്മൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. ഇത് തമാശയാണോ? ജീവിക്കുന്നവനായ ദൈവം പറഞ്ഞ വചന ഇത്. സർവശക്തനായ കർത്താവ്, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി ഞാൻ പലപ്പോഴും വിറയലോടെയാണ് ഈ വചനം, ദൈവമേ, ഏറ്റവും അധികം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ സംസാരത്തിലാണ്. നമ്മൾ അനേകര് തെറ്റുപറ്റുന്നത് നമ്മുടെ സംസാരങ്ങളിലാണ്. അനാവശ്യമായ വിമർശനങ്ങള്, കളിയാക്കലുകള്, ദുഷിപ്പുകള്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാര രീതികള്, പരിഹാസങ്ങള്, എന്തൊക്കെയാണ് ഇത് നമ്മിൽ നിന്ന് വരുന്നത്? നമ്മുടെ കുടുംബങ്ങൾ ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വിളിച്ചു പറയുന്നത്? സഹോദരങ്ങളെ, അനുതപിക്കണം. ഇതെല്ലാം നമ്മുടെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തും. പരിശുദ്ധാത്മ സാന്നിധ്യം നിർജീവമായി പോകും, നിർവീര്യമാകും. കർത്താവ് പറയാ, റിപ്പന്റ്, നിങ്ങൾ അനുതപിക്കുക. ഈ പെന്തക്കോസ്തയ്ക്കായി ഈ 10 ദിനങ്ങൾ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. ആത്മാവിനെ വേദനിപ്പിച്ചു നമ്മൾ, ദൈവം അഭിഷേകം ചെയ്തവരെ നമ്മൾ ദുഷിക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 28:13 കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? പരദൂഷകനും മേഷണിക്കാരനും പരദൂഷകനും ഇന്ന് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ പരദൂഷണങ്ങളാണ്. പരദൂഷകരും മേഷണിക്കാരും ശപിക്കപ്പെട്ടവർ. എൻ്റെ ദൈവമേ, കഠിന വാക്കായത്. അവർ ശാപഗ്രസ്തരാണ്. ഞാൻ ചോദിക്കട്ടെ, അവരിലേക്ക് എങ്ങനെയാ പരിശുദ്ധാത്മ ശക്തി വരിക? അപ്രകാരമുള്ള ജീവിതങ്ങളിൽ എങ്ങനെയാണ് ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുകയാ? പരിശുദ്ധാത്മന് ഒരിക്കലും നമ്മിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മിൽ വാസമുറപ്പിക്കാൻ. അവൻ വിശുദ്ധിയുടെ ആത്മാവാണ്, അവൻ വിശ്വസ്തതയുടെ ആത്മാവാണ്, അവൻ സൗമ്യതയുടെ ആത്മാവാണ്, ദീർഘക്ഷമയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, അനുതപിക്കണം. ഒരിക്കലും ദുഷിപ്പ് പറയരുത്. നമുക്ക് സംഗതി നമ്മുടെ ഭാഗത്തായിരിക്കും 100% ശരി. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നിശബ്ദനാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും, നീ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനാകും. ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ 2 പറയാൻ നമുക്ക് വാ തുറന്നങ്ങ് ചിലതൊക്കെ എന്നെ വിളിച്ചു പറയാനൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ കർത്താവ് പറയാതെ വാ തുറക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയാതെ നിന്റെ വികാരങ്ങൾ നിന്നെ നിയന്ത്രിച്ചാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഗുരുതരമായി തീരുന്നു, കൂടുതൽ കെണികൾ സംഭവിക്കുന്നു, അഭിഷേകം നഷ്ടപ്പെടുന്നു, കൃപ മങ്ങിപ്പോകുന്നു, നമ്മുടെ ജീവിതം കൂടുതൽ വേദനയിലും കണ്ണുനീരിലും കഷ്ടതയിലുമാകുന്നു. പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ വാ തുറക്കരുത് കേട്ടോ. വാ തുറക്കാനൊക്കെ തോന്നും, ചിലത് പറയാൻ തോന്നും, ചിലതങ്ങ് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനൊക്കെ തോന്നും നമുക്ക്. സഹോദരങ്ങളെ, ദൈവാത്മാവ് പറയാതെ വാ തുറക്കരുത്. നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കും. അത് ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം, അധികാരികളോടാകാം, സഹപ്രവർത്തകരോടാകാം, കൂടെ നിൽക്കുന്നവരോടാകാം. ശ്രദ്ധിക്കണമേ, നമുക്ക് പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്, അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് തുറവിയുള്ളവരാകണം. നമ്മൾ നിന്ദിക്കരുത്, പരിഹസിക്കരുത്. ആദ്യ പെന്തക്കോസ്തയിൽ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ
അവർ മറുഭാഷകളിൽ, അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിക്കുന്നത് കേട്ടപ്പോൾ അതിൽ അനേകർ എന്താ പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 2:13 നമുക്ക് കാണാൻ പറ്റും. എന്താ അവര് പറഞ്ഞത്? അവരിൽ ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇന്ന് അനേകരെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ പരിഹസിക്കുകയാണ്. സംഗതി ശരിയാ, കുറച്ച് ഡ്യൂപ്ലിക്കേറ്റുകൾ വരുന്നുണ്ട്, കുറച്ച് ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ചിലപ്പോൾ നീ പരിഹസിക്കുന്നത് ഒറിജിനലി ആണെങ്കിലോ, പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ പ്രവർത്തനത്തെയാണ് നീ പരിഹസിക്കണമെങ്കിൽ അതൊരിക്കലും നല്ലതല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ആര് നിൽക്കുന്നുവോ അത് അപകടമാണ് സഹോദരങ്ങളെ. അത് തികച്ചും അപകടമാണ്. എത്ര ഉദാഹരണങ്ങൾ പരിശുദ്ധ ബൈബിളിൽ കാണുവാൻ പറ്റും, സഭാ ചരിത്രത്തിൽ കാണാൻ പറ്റും, നമ്മുടെ ഈ കാലഘട്ടത്തിലും കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എളിമപ്പെടുക. എൻ്റെ സഹോദരങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ഭാഷാവരത്തോട്, മറ്റു കൃപാവരങ്ങളോട് നമുക്കത് അറിയില്ലെങ്കിൽ മിണ്ടാൻ പോണ്ട. പക്ഷെ ദുഷിക്കാനും പരിഹസിക്കാനും പോകരുതേ. അവർ പരിഹസിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോടുള്ള തുറവില്ലായ്മകള്, സംശയങ്ങള്, നിരന്തരമായ ഒരു അനുസരണക്കേടുകളൊക്കെയാണ് ഇന്ന് ആത്മാവിനെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മകളിലും, നമ്മുടെ മിനിസ്ട്രികളിലും, നമ്മുടെ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് മങ്ങിപ്പോയതിന്റെ കാരണം നിരന്തരമായി നമ്മൾ കാണിക്കുന്ന ഈ വേദനകളാണ്, അനുസരണക്കേടുകളാണ്. നമ്മൾ ഒത്തിരി അനുദപിക്കണം. നമുക്കിന്ന് അതിനു വേണ്ടി ഒരുങ്ങാം. തുറന്നു വരുന്ന ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ 3-ാം ദിനത്തിലാണ്. അടുത്ത 6 ദിനങ്ങൾ ദൈവം നമുക്ക് സമ്മാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒരുങ്ങി പ്രാർത്ഥിക്കുക. ഇന്ന് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, മെയ് 26-ാം തീയതി ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു, രാവിലെ ഇന്ത്യൻ സമയം 8 മണി മുതൽ പിറ്റേ ദിവസം 27-ാം തീയതി രാത്രി 12 മണി വരെ 40 മണി ആരാധന നമ്മൾ പ്രത്യേകമായി പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി, പരിശുദ്ധാത്മാ അനോയിന്റിങ്ങിന് വേണ്ടി, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച എല്ലാ തലങ്ങളെ ഓർത്ത് അനുദപിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാപ്പപേക്ഷ ആരാധനയാണ് 40 മണി. പെന്തക്കോസ്ത വിജിലോട് കൂടിയിട്ടാണ് രാത്രി 12 മണിക്കാണ് ആ ആരാധന കഴിയുന്നത്. നിങ്ങൾ അനേകരോട് പറയണം, ഒത്തിരിയേറെ മക്കൾ കടന്നു വന്ന് നിങ്ങൾ ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് ഈ പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കുവാനും ഈ കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക കൃപകളാൽ നിറയപ്പെടുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ, തുടർന്നു വരുന്ന ദിനങ്ങളിലെല്ലാം നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഈ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഈ ഒരു പെന്തക്കോസ്ത ഒരു പുതിയ ശക്തിയുടെ അനുഭവമാകണം. സഭയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ചലനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ പടരണം. തണുത്തുറഞ്ഞിരിക്കുന്ന ആത്മാക്കളെല്ലാം ആത്മാവിൽ തീ പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ പിടിച്ചവരായി മാറണം. വചനത്തിൽ, കൃപയിൽ, അഭിഷേകത്തിൽ തീയുള്ളവരായി മാറണം. നമുക്കതിനൊക്കെ വേണ്ടി നന്നായി ഒരുങ്ങുക. സാധിക്കുന്നവർ ഈ ദിവസങ്ങളിലെല്ലാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ നിങ്ങൾ വായിക്കുക. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ അതിങ്ങനെ ആവർത്തിച്ച് വായിക്കുക. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ, 4 ചാപ്റ്റേഴ്സ്, 4 അധ്യായങ്ങൾ ആവർത്തിച്ച് വായിച്ച് അതിൽ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ, അഭിഷേകത്തെ, കൃപകളെ വിശ്വസിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. അത് വലിയൊരു അനോയിന്റിങ് ആണ്. ഹല്ലേലൂയ. എല്ലാം കൊണ്ട് ഒരുങ്ങി സകല പാപങ്ങൾ ഉപേക്ഷിച്ച് ഒരു പൂർണ്ണ കുംഭസാരം നടത്തി അങ്ങനെ പ്രസാദപര നിറവിൽ വേണം നമ്മൾ ഈ ദിനങ്ങളിൽ നമ്മൾ കർത്താവിനോട് കൂടെ ചെലവഴിക്കേണ്ടതും ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടതും. നിങ്ങളെല്ലാവരും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയുടെ സമയമാണ്. നമുക്ക് മുട്ടുകുത്തി നിൽക്കുക. എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. കരങ്ങൾ അൾത്താരയിലേക്ക് തുറന്നു പിടിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിനെ ഓർത്ത്, നിർവീര്യമാക്കിയതിനെ ഓർത്ത്, പലപ്പോഴും നമ്മൾ ആത്മാവിനെ അവമാനിച്ചതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവോട് നമ്മൾ കാണിച്ച മറുതലിപ്പുകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് അനുതപിച്ച് കരങ്ങൾ യാതനാപുരം തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതം പാടി ആരാധിച്ചപ്പോ ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഈശോ ഗീതം പാടി ആരാധിച്ചപ്പോ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ മരണം പരിശുദ്ധനായ കർത്താവേ, ഗീതം പാടി ആരാധിക്കുമേ. ബലവാനായ ദൈവമേ, ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കും. ഇരു കരങ്ങളും ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ നമ്മൾ വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന 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 അത്ഭുത കൃപയെ, അത്ഭുത ശക്തിയെ, അധികാരത്തിന്റെ നാവേ, മാധുര്യമുള്ള അഭിഷേകമേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, 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 നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോട് ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇരു കരങ്ങളെ അൾത്താരയിലേക്ക് തുറന്നു പിടിക്കുന്നു. ജീവിക്കുന്നവനായ കർത്താവ്, ജീവനുള്ള ദൈവം നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുകയാണ്. അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം നമുക്ക് ഓർക്കാം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങൾ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അവമാനിക്കരുത്. സഹോദരങ്ങളെ, നമ്മോടുള്ള കർത്താവിന്റെ വചനമാണിത്. അനുതപിക്കുക. സംസാരങ്ങളിലൂടെ, ചിന്തകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായ അനുസരണക്കേടുകള്, നിരന്തരമായ പാപമേച്ഛതകള്, നമ്മിലുള്ള അവിശ്വസ്തതകള്, നമ്മുടെ വിളിയോടും ദൈവം ഏൽപ്പിച്ച ദൗത്യത്തോടും നമ്മൾ കാണിക്കാതെ പോയ അവിശ്വസ്തത, നമ്മുടെ അനാദരവ്, നമ്മുടെ അനാസ്ഥകള്, നമ്മുടെ അശ്രദ്ധ, നമ്മുടെ അലസത, ഇതെല്ലാം ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു പുതിയ പെന്തക്കോസ്ത് ഞങ്ങൾക്ക് നൽകണമേ. പെന്തക്കോസ്തയുടെ തീ ഞങ്ങളിൽ കത്തട്ടെ. റുഹായുടെ കാറ്റ് ഞങ്ങളുടെ മേൽ അടിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും ആത്മശക്തി ഇറങ്ങി വരട്ടെ. സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹമുണ്ടാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് കണ്ണുനീരോടെ
നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് കർത്താവെ കൃപ തരണമേ, അനുതപിച്ച് പ്രാർത്ഥിക്കുക, നിരുപാധികം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുക, നമ്മുടെ സംസാരങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുമെന്ന് തീരുമാനമെടുക്കുക, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന സകലതിനോട് വിട പറയുക. നമ്മൾ തീരുമാനമെടുത്ത് ഇരുകരങ്ങളും ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ ഉച്ചത്തിൽ പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ഒരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹ, 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 ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആ ഈരടികൾ പാടി നമ്മൾ ആത്മാവിനെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, എല്ലാ അശുദ്ധതയിൽ നിന്നും, എല്ലാ മലിനതയിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് ഈരടികൾ പാടി ആത്മാവിനെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, 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 ആത്മാവേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണം. കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിച്ചു പാടാം. ആത്മാവേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എല്ലാ ശുദ്ധതയിൽ നിന്നും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങേ വേദനിപ്പിച്ചതിനെ ഓർത്ത്, അങ്ങേ അപമാനിച്ചതിനെ ഓർത്ത്, അവിടത്തോട് മറുതലിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപ തരണമേ, അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങളുടെ സഭാ സമൂഹങ്ങൾക്ക് പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒത്തിരിയേറെ മക്കള് പ്രാർത്ഥനാ നിയോഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗോഡ്വിൻ ജോർജ് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട്, ഗ്രേസി മേരി ജോർജ് ക്ഷമ ലഭിക്കുവാൻ, ദലീല ജോൺ പ്രാർത്ഥന വരാൻ ലഭിക്കാൻ, മേലിയ കാർമൽ വിശുദ്ധിയിൽ വളരാൻ കുടുംബമായി, എലിസ ടോം ആലപ്പുഴ പ്രാർത്ഥനയിൽ തീഷ്ണത ലഭിക്കുവാനായിട്ട്, ജോൺ ഫ്രാൻസിസും കുടുംബവും തൊമ്മാന ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളരാൻ, ജോസ് നിബിൽ ആത്മീയമായി വളരുവാൻ, സിസ്റ്റർ ലിംന വചനം വായിക്കാൻ ദാഹമുണ്ടാകാൻ, റിതു റോവൽ അങ്കമാലി ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ, അനിത ദൈവസ്നേഹത്തിൽ നിറയാൻ, കാതറിൻ ആൽബർട്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ, ലിസർ റോം വിശ്വാസത്തിൽ ആഴപ്പെടാൻ, ബ്രിട്ടോ അഞ്ജലി, ഈസ കാതറിൻ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ലഭിക്കുവാൻ, സുജിത് മാത്യു ഷാർജ, ഡൊമിനിക് ജോസഫ്, മിനു രാജമ്മ, ഉഷ കൊച്ചി ആഷിഖ്, ഗബ്രിയേൽ, ഇവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വളരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങൾ, 100 കണക്കിന് മക്കള് വിവിധങ്ങളായ ആത്മാവിന്റെ ദാനഫല വരങ്ങൾക്ക് വേണ്ടി യാചിച്ചിരിക്കുകയാണ്. റജീന, തങ്കമ്മ, ടിനു, അനു, ജുവാൻ, എഡ്വിൻ, അഗത, മിനി, ഗിൽഡ ജോസ്, ബിബിൻ കൊല്ലം, ജോഷി, ജീന, സിൻസി തിരുവല്ല, ജോസഫ് ലീലാമ, ജോമോൻ, അപർണ ആലപ്പുഴ, എൽസി, എൽസ, റാഫേൽ വയനാട്, ആൻസി തോമസ്, അതുപോലെ ആലീസ് അമയന്നൂർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ, ഡെയ്സി ജോസഫ്, സ്റ്റീഫൻ ആന്റണി, മറിയം മെറിൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ,
വിൻസി ഇസ്രായേൽ ജ്ഞാനം ലഭിക്കാൻ ഒരുപാട് നമ്മളെല്ലാ പേരുകളും വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടും. കർത്താവ് ഇതെല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. ഇനിയും ആയിരക്കണക്കിന് മക്കള് വിവിധങ്ങളായ പ്രാർത്ഥന നിയോഗങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറയാൻ, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടാൻ, പരിശുദ്ധാത്മ കൃപാവരങ്ങളിൽ ഉണർത്തപ്പെടുവാൻ, പരിശുദ്ധാത്മ ജ്ഞാനത്തിൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകുവാൻ, മക്കൾക്ക്, കുടുംബത്തിന്, സമൂഹങ്ങൾക്കെല്ലാം ഉണ്ടാകാൻ വേണ്ടി നൂറുകണക്കിന് പ്രിയപ്പെട്ടവരെ നിയോഗങ്ങൾ അയച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാം കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ നിയോഗങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരുവാൻ പരിശുദ്ധ അമ്മയോട് വിശ്വസിച്ച് പിതാവോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ പൗരോഹിത്യത്തോട് ചേർന്ന്, സഭയുടെ സമ്പന്നതകളോട് ചേർന്ന് ഈ നിയോഗങ്ങളിലേക്കും ഈ ദിനങ്ങളിൽ ഇനി നിയോഗങ്ങൾ അയക്കുന്ന എല്ലാവരിലേക്കും, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, നമ്മുടെ മക്കൾ, തലമുറകൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ ശുശ്രൂഷ സംവിധാനങ്ങൾ, എല്ലാറ്റിനുമേലും പരിശുദ്ധാത്മ ശക്തി ഇറങ്ങുവാൻ, ആത്മാവിന്റെ തീ കത്തുവാൻ, റൂഹായുടെ കാറ്റടിക്കുവാൻ, ഇരുകരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ എല്ലാ നിയോഗങ്ങളുടെ മേലും. കർത്താവേ, കൃപ ചൊരിയണമേ. നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവരുടെ മേലും അഭിഷേകം പകരണമേ. ഈ ദിനങ്ങളിൽ ഇനിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന പതിനായിരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. എല്ലാ കുടുംബങ്ങളുടെ മേൽ, എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ, യുവജനങ്ങളുടെ മേൽ, ദമ്പതിമാരുടെ മേൽ, സമർപ്പിതരുടെ മേൽ, സന്യസ്തരുടെ മേൽ, വന്യവൈദികരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. കൃപാവരങ്ങൾ ചൊരിയണമേ. ഒരിക്കൽ ഒറ്റ വിളി, യേശുവേ, ഈശോയേ, ഈശോയേ, ഈശോയേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഇനിയുള്ള 6-7 ദിനങ്ങൾ നന്നായി ഒരുങ്ങുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി, പെന്തക്കോസ്തയുടെ ശക്തിക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുവാൻ, കുടുംബമായി ഒരുങ്ങുവാൻ, സമൂഹമായി ഒരുങ്ങുവാൻ കർത്താവേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഈശോയെ നന്ദി. അടുത്തുള്ള തുറന്നു വരുന്ന ദിനങ്ങളെല്ലാം കർത്താവേ നീ അഭിഷേകം ചെയ്യണമേ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ 3-ാം ദിനത്തിലെ ശുശ്രൂഷകൾ ഈശോയുടെ ആശീർവാദത്തിലൂടെ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ഷെക്കന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇതിലെല്ലാ പ്രവർത്തനങ്ങളും സഭയ്ക്കും സമൂഹത്തിന് അനുഗ്രഹമായി തീരാൻ, ഒപ്പം ഞാൻ ഈ ദിവസങ്ങളൊക്കെ കൂടെ പറയുന്നു, നമുക്ക് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേയ്മെൻറ്റുകളും ബില്ലുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു 3-4 മാസങ്ങളായിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതികൾ അറിയാം. പരസ്യങ്ങളും മറ്റൊരു വരുമാനവും ഇല്ല. പരിശുദ്ധാത്മാവിനെ മാത്രം ആശ്രയിച്ച് കർത്താവിൻ്റെ പരിപാലനയിൽ മാത്രം ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു മാധ്യമ ശുശ്രൂഷയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ സഹായിക്കണം. ഈ മാധ്യമ ശുശ്രൂഷയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഇതിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമായി നമുക്കൊന്നിച്ച് കരങ്ങൾ കോർക്കാം. നിങ്ങളെല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. തുറന്നു വരുന്ന ദിനങ്ങളിലും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഒരുങ്ങി നമ്മളെല്ലാം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഭയഭക്തി ആദരവോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയം
പരിശുദ്ധാത്മാനുഭവത്തിനായി, ആത്മശക്തിക്കായി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പെന്തക്കോസ്തയുടെ തീ, പെന്തക്കോസ്തയുടെ ശക്തി, പെന്തക്കോസ്ത അനുഭവം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും തിരുസഭ മുഴുവനും കർത്താവേ നൽകണമേ, കർത്താവേ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാധ്യമരംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച വാർത്താ ചാനൽ. പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെഖേന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെഖേന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439.
shekena@gmail.com. Support Shekena.